SNDPയുടെ ആവശ്യം അംഗീകരിക്കുന്നവരുമായി ചേർന്ന് മൂന്നാം ചേരി ഉണ്ടാക്കുമെന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിൽ CPIM-ഉം കോൺഗ്രസും സർവനാശത്തിലേക്ക് പോകുകയാണ്. വിമർശനങ്ങൾ SNDPയുടെ കരുത്താണ് തെളിയിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യുമായി സഖ്യമുണ്ടാക്കുന്നതിനെക്കുറിച്ച് വെള്ളാപ്പള്ളി മൗനം പാലിച്ചു. അതേസമയം VS ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്ക് വെള്ളാപ്പള്ളി ഇന്നും മറുപടി നൽകിയില്ല. VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും മറ്റുള്ളവർ എഴുതിക്കൊടുത്തത് വായിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട പാർട്ടികൾ തെറ്റുതിരുത്താൻ ശ്രമിക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അവർ രണ്ടുപേരും ഇപ്പോൾ സർവനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. SNDP യോഗം കേരളത്തിൽ അജയ്യമായ ഒരു ശക്തിയായി വളർന്നു നിൽക്കുന്നു എന്ന് ആണ് അതൊന്നുകൊണ്ട് തെളിയുന്നത്. കോടിയേരി ആയാലും VS ആയാലും അവരെല്ലാം പലവിധ ആരോപണങ്ങളുമായിട്ട് പലരും എഴുതിക്കൊടുത്തത് വായിച്ച് എന്നെ നിരന്തരം വേട്ടയാടുകയാണ്. മൂന്നാം മുന്നണി രൂപീകരണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് SNDPക്ക് ആരോടും എതിർപ്പില്ലെന്നും എല്ലാവരുമായി ചേരുമെന്ന പതിവ് മറുപടി. ആ മൂന്നാം ചേരി ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിരോധമില്ല, വിധേയത്വമില്ല. കോൺഗ്രസിനോടായാലും BJP ആയാലും ഞങ്ങളുടെ ആശയത്തോടു കൂടി സഹകരിക്കുന്ന ആരുമായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഞങ്ങൾ ചേരാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യുമായി സഖ്യമുണ്ടാക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴും വെള്ളാപ്പള്ളി കൃത്യമായ മറുപടി നൽകിയില്ല. ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതല്ലാതെ ഞങ്ങളൊന്നും ആലോചിക്കാതെ ചിന്തിക്കാതെ ഉള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ കൂടി പലതും വന്നുകൊണ്ടിരിക്കുന്നത്. VS ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ. ഈ അവസരത്തിൽ അതിനൊന്നും മറുപടി ഞാൻ പറയുന്നില്ല. ഹിന്ദു ഐക്യത്തോടുള്ള സമീപനം തന്നെയാണോ സംവരണത്തിന്റെ കാര്യത്തിലുമുള്ളതെന്ന ചോദ്യത്തിന് വെള്ളാപ്പള്ളി കൃത്യമായ മറുപടി നൽകിയില്ല. അതേസമയം രാഷ്ട്രീയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് SNDP 5-ാം തീയതി ചേർത്തലയിൽ ആലോചനാ യോഗം വിളിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, K. വേണു, NM പിയേഴ്സൺ എന്നിവരെ ചർച്ചയിലേക്ക് ക്ഷണിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം, കൊച്ചി.